ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ ഒരു സിനിമ കണ്ട് വലിയ ആഘോഷമാണ് തീർക്കുന്നത്. ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ റീ റിലീസിലൂടെയാണ് ഈ ആഘോഷം തീർക്കുന്നത്. ഏതൊരു പുതിയ ചിത്രത്തെക്കാളും വലിയൊരു ആഘോഷം തന്നെയാണ് തിയേറ്ററുകളിൽ തീർക്കുന്നത്. അത് ഇന്നും യാതൊരു കുറവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ആഘോഷം നിയന്ത്രിക്കാൻ വേണ്ടി പോലീസുകാർ വരെ തിയേറ്ററിൽ എത്തുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായി. എല്ലാ ദിവസവും ഈ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് വലിയ ആഘോഷമാണ് ഓരോ പ്രേക്ഷകരും ചോട്ടാ മുംബൈ എന്ന ചിത്രം കണ്ട് തീർക്കുന്നത്. മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ റീ റിലീസിൽ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചതും വലിയ കൗതുകത്തോടെയാണ് ഓരോ ആൾക്കാരും കാണുന്നത്. സിനിമ റിലീസ് ചെയ്ത് കേരളത്തിൽ 7 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയാണ്. പല തിയേറ്ററുകളിലും സിനിമയ്ക്കായി എക്സ്ട്രാ ഷോകൾ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്നുള്ള പ്രേക്ഷകരുടെ ആഘോഷങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്കൊപ്പം പ്രേക്ഷകർ ഡാൻസ് ചെയ്യുന്നതും ഡയലോഗുകൾ പറയുന്നതും ഒക്കെ വീഡിയോയിൽ കാണാവുന്നതാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷനാണ് നേടിയിരിക്കുന്നത്. 3 കോടിയും മറികടന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ ഇന്നേ ദിവസം എത്തുകയും ചെയ്തിരുന്നു. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ റീ റിലീസിൽ റെക്കോർഡുകളിൽ ചോട്ടാ മുംബൈയും ഇടം പിടിക്കുമെന്ന് ട്രാക്കർമാരുടെ നിഗമനം. അതുതന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ വ്യക്തമാക്കുന്നതും. 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 3.02 കോടി നേടിയെന്നാണ് ട്രാക്കർമാരുടെ പുതിയ റിപ്പോർട്ട്. വേൾഡ് വൈഡിൽ നിന്നാണ് 3.02 കോടി നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 2.77 കോടിയും ചിത്രം നേടിക്കഴിഞ്ഞു. 6-ാം ദിവസവും 27 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചോട്ടാ മുംബൈ എന്ന ചിത്രം നേടുന്നത്. ഇത് മറ്റേത് പുതിയ റിലീസുകളെക്കാളും കൂടുതലാണ് എന്നുകൂടി ഓർക്കണം. ഇപ്പോഴിതാ ഈ ചിത്രം വിദേശത്തുകൂടി എത്താൻ പോകുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. തലയ്ക്കും ഗ്യാങ്ങിനും വിസ അപ്രൂവ് ആയിരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയിരിക്കുന്നതും. സിനിമ UK, യൂറോപ്പ് തുടങ്ങി വിദേശത്തും പ്രദർശനത്തിന് ഒരുങ്ങിയാണ്. ഇങ്ങനെ പോയാൽ എല്ലായിടത്തും തരംഗം സൃഷ്ടിച്ച് വലിയൊരു റീ റിലീസ് കളക്ഷൻ തന്നെ ചോട്ടാ മുംബൈ നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും എല്ലായിടത്തും വലിയ ഡിമാൻഡാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഷോകൾ ഓപ്പൺ ആകുകയും അതിന്റെ ടിക്കറ്റുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോവുകയും ചെയ്ത വിവരങ്ങൾ നമ്മൾ അതിശയത്തോടെയാണ് കേട്ടത്. ഇങ്ങനെ മോഹൻലാൽ തരംഗമായി നിൽക്കുമ്പോൾ തെലുങ്കിൽ നിന്നും മറ്റൊരു മോഹൻലാൽ സിനിമ കൂടി വരികയാണ്, കണ്ണപ്പ. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതും. കണ്ണപ്പ കേരള ട്രെയിലർ ലോഞ്ച് പരിപാടിയും സംഘടിപ്പിക്കാൻ പോകുന്നു. തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജു നായകനെത്തുന്ന പുതിയ ചിത്രം കണ്ണപ്പ പാൻ ഇന്ത്യൻ റിലീസിന് ഒരുങ്ങിയാണ്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ കണ്ണപ്പയിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയുമായി ചിത്രത്തിന്റെ ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഒരുങ്ങുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഔദ്യോഗികമായി ഈ വിവരം പങ്കുവച്ചത്. ജൂൺ 14 കൊച്ചിയിലെ മെറിഡിയൻ ഹോട്ടലിൽ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഇവന്റിൽ മോഹൻലാൽ, തെലുങ്ക് താരം വിഷ്ണു മഞ്ജു, മോഹൻ ബാബു, മുകേഷ് ഋഷി, പ്രഭുദേവ, ശരത് കുമാർ തുടങ്ങി സിനിമയിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും മലയാള സിനിമാ മേഖലയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കുന്നു. ചിത്രത്തിന്റെ കേരള വിതരണം നിർവഹിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ്. മുകേഷ് കുമാർ സിംഗ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കണ്ണപ്പ 2025 ജൂൺ 27 ആഗോള തലത്തിൽ തിയേറ്ററുകളിൽ റിലീസാകും. കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ കണ്ണപ്പയിൽ അവതരിപ്പിക്കുന്നത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തായാലും ഈ ചിത്രത്തിന് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് ആണുള്ളത്. എന്നിരുന്നാലും മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഒരു വിജയഗാഥയിൽ കണ്ണപ്പയും എഴുതി ചേർക്കട്ടെ എന്ന് പ്രേക്ഷകർ ആശംസിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് ഒരു സർപ്രൈസ് വിരുന്ന് തന്നെ ആയിരിക്കട്ടെ പ്രേക്ഷകർക്ക് എന്നും കൂടി അവർ പറയുന്നു. ഇതുവരെ വന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചല്ല, ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പോകുന്ന ഒരു കഥാപാത്രം മോഹൻലാലിലൂടെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജയിലർ പോലുള്ള സിനിമകൾ വന്നപ്പോൾ ഇതുപോലായിരുന്നു അഭിപ്രായങ്ങൾ വന്നത്. പക്ഷേ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അഭിപ്രായങ്ങളെല്ലാം മാറി മറിഞ്ഞ് ജയിലറിലെ മോഹൻലാലിന്റെ കഥാപാത്രം ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. അതുപോലെ ഒന്ന് ഇതിലും സംഭവിക്കട്ടെ. മോഹൻലാലിന്റെ ക്യാമിയോ റോൾ വെറും 15 മിനിറ്റാണ് ഈ ചിത്രത്തിലുള്ളത്. അതൊരു ഗംഭീര സംഭവമാകുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പോലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വരുന്നതെങ്കിൽ സംഭവം കേരള ബോക്സ് ഓഫീസിലും ഒരു തരംഗം സൃഷ്ടിക്കും. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ 6ഓളം ഭാഷകളിലാണ് ചിത്രം വേൾഡ് വൈഡ് റിലീസിന് എത്തുന്നതും.